ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. നിന്റെ മുൻപിൽ മാത്രം അവൻ നല്ലവനായി അഭിനയിക്കുകയാണ്. നിന്റെ വിശ്വാസം കൊണ്ട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ അവൻ ഒളിക്കുകയോ മറയ്ക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അമ്മയാണ്. എന്റെ വിധി എന്താണെന്ന് എന്നോട് ചോദിച്ച അത് ജീവന്റെ ഭാര്യയാവുക എന്നതാണ്. അതിലെന്ത് ദോഷം വന്നാലും അത് ഞാൻ സ്വീകരിച്ചോളാം. $32 ലക്ഷം ബൈക്ക് മേടിച്ചെന്ന്. ഷടാ, എന്തൊരു പോങ്ങനടാ ഇവനിതാരിത്? രാമകൃഷ്ണേട്ടാ. ആ സുജാതേ, ബാ ഇരിക്ക്. രാമകൃഷ്ണേട്ടാ, ആ പോലീസുകാര് പറഞ്ഞ കാര്യം. ഞാനത് അങ്ങോട്ട് ചോദിക്കാതിരിക്കായിരുന്നു. എന്തായി ഇന്നലത്തെ കോലാഹലങ്ങളൊക്കെ? അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അവര് സംശയിക്കുന്നത് പോലെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് അനുഭവിച്ചോട്ടെ. ഹരി സ്റ്റേഷനിൽ ചെന്നപ്പോ ആ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പോലീസുകാര് ഹരിയെ ഓർമ്മിപ്പിച്ചു. അയ്യോ, ദിവസം കുറച്ച് കടന്നുപോയി. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാവോ? അല്ല, കാര്യം ശരിയാ. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഹരിയും നിത്യയും ഭാര്യയും ഭർത്താവുമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അയാൾ അത് വെച്ച് ഇനി കേസ് കുത്തിപ്പൊക്കും. പിന്നെ ചിലപ്പോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നടക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോയ രജിസ്റ്റർ മാരേജ് നടന്നേ പറ്റൂ. സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചേ പറ്റൂ. സുജാതേ, ഹരിയുടെ കാര്യത്തിലും ഞാനും കുറച്ച് വിഷമത്തില്ല. ചില നേരത്ത് അവന്റെ ഇരിപ്പ് കണ്ട ചങ്ക് താർന്നു പോവും. 24 മണിക്കൂറോട് തികയത്തില്ല. ഓടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. പക്ഷേ ഇപ്പോഴേ
ഇപ്പോഴ് അവന് മുറി അടച്ചിരിക്കാനേ സമയമുള്ളൂ. എപ്പോഴും ആലോചിച്ചിരിക്കാനേ സമയമുള്ളൂ. വല്ലപ്പോഴൊക്കെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേ അവന്റെ കണ്ണില് കണ്ണീരും ഉണ്ടാവും. സുജാതെ, എന്റെ മോനെ, അവൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായത്. അത് പോട്ടെ അല്ലേ? രണ്ടാമതൊന്നുകൂടി അല്ല, ഒരിക്കൽ കൂടി രജിസ്റ്റർ മാരേജിന്റെ കാര്യങ്ങളെ സുജാതേന്റെ കൂടെ ശ്രമിക്കുകയാണെങ്കിലേ ഞാൻ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാ. എന്നാലും സുജാതെ, അത് നടക്കണമെങ്കിൽ ജീവനും നിത്യം തമ്മിലുള്ള ഡിവോഴ്സ് പേപ്പർ അവിടെ ഹാജരാക്കണ്ടേ? അത് വേണം. അത് ഞാൻ ഉണ്ടാക്കും. എങ്ങനെ സുജാതെ? അതിനൊരു മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഒതുങ്ങിയാലും ഇവരോരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഇവരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കുറെ കാലമായി നടക്കുന്ന ദിക്കിലൊക്കെ കാലിന്റെ അടിയിൽ മുള്ളു മാത്രമേ ഉള്ളൂ. വേദനയൊക്കെ പോയി ഒരു മരവിപ്പ് മാത്രമായി തുടങ്ങി. പക്ഷേ ശരീരം മരവിച്ചാലും മനസ്സ് മരവിച്ചാലും ഉള്ളിൽ അവളോടുള്ള ഇഷ്ടം മാത്രം പോവില്ല. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. സുജാത, സമാധാനായിട്ടിരിക്കെ. ദൈവം ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയും വലിയൊരു ത്യാഗത്തിന് എന്തായാലും ഒരു ഫലം ഉണ്ടാകാണ്ടിരിക്കില്ല. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ